ആവശ്യത്തിന് ഉപകരണങ്ങളില്ലാത്തതിനാൽ തന്റെ മകന്റെ പ്രായമുള്ള ഒരാളുടെ ശസ്ത്രക്രിയ പോലും ഇന്നലെ നടത്താൻ സാധിച്ചില്ല എന്ന് വ്യക്തമാക്കിയായിരുന്നു ഡോക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഉപകരണങ്ങൾ എത്തിക്കാൻ ഓഫീസുകൾ കയറിയിറങ്ങി ചെരുപ്പ് തേഞ്ഞു. വകുപ്പിനെ മെച്ചപ്പെടുത്താൻ ഓടി ക്ഷീണിച്ചു. ബ്യൂറോക്രസിയോട് ഏറ്റുമുട്ടാനില്ല. തന്നെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടോട്ടെയെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ ഡോക്ടർ ഹാരിസ് പറയുന്നു. പിന്നാലെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഓഫീസിൽ നിന്നുള്ള ഇടപെടലിനെ തുടർന്ന് പോസ്റ്റ് പിൻവലിച്ചു. എങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഹാരിസ് നിലപാട് ആവർത്തിച്ചു. ഇന്നലെ ചെയ്യേണ്ട കേസുകൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ പർട്ടിക്കുലർ ഇൻസ്ട്രുമെന്റ് വെച്ച് നമ്മൾ ചെയ്യേണ്ട ഉപകരണം ആ കേസുകൾ നമ്മൾ ഇന്നലെ മാറ്റിവെക്കുകയായിരുന്നു. ഉപകരണം ഇല്ലാത്തതുകൊണ്ട് മാറ്റിവെച്ചിട്ട് മറ്റ് കേസുകളാണ് ചെയ്യേണ്ടി വന്നത്. ഒരു ഉപകരണം ഇല്ലാത്ത പേഷ്യന്റിന് ഓപ്പറേഷൻ മാറ്റിവെക്കുക അല്ലെങ്കിൽ പേഷ്യന്റ് ഡെത്താകുന്നതിനെ കൂടുതൽ നാണക്കേട് വേറെ എന്താണുള്ളത്? നമ്മൾ നാണക്കേട് കാണിച്ച് സത്യങ്ങൾ മൂടിവെക്കുന്നത് എന്തിനാണ്? ഡോക്ടറെ അങ്ങനെ സത്യങ്ങൾ മൂടിവെക്കേണ്ടതില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. അതെ. പിന്നെ എന്തിനാണ് ഡോക്ടർ ആ പോസ്റ്റ് പിൻവലിച്ചത്? 2 പോസ്റ്റുകളും പിൻവലിച്ചു. അതിപ്പോ സജീവൻ സാറ് ഉറപ്പ് നൽകിയതിന്റെ പേരിലാണ് PS. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ അഭാവം ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് അറിയാമായിരുന്നുവെന്ന് ഹാരിസ് ചിറക്കൽ വ്യക്തമാക്കി. ഞാൻ സജീവൻ സാറിനെ നേരിട്ട് കണ്ട് സജീവൻ സാർ ഒരിക്കലും ഒരു ആവശ്യത്തിന് വിളിപ്പിച്ചിരുന്നപ്പോൾ അദ്ദേഹമായിട്ട് ഞാൻ ഇത് കാര്യങ്ങൾ സംസാരിച്ചതാണ്. എല്ലാവർക്കും അറിയാം, ഇതിന്റെ ഡെഫിഷ്യൻസികൾ എല്ലാവർക്കും അറിയാം. വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പ്രതികരിച്ചു. DMEയുടെ മുന്നിലും അങ്ങനെ ഒരു വിഷയം, ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് ഒരു വിഷയം എത്തുന്ന നിലയിലേക്ക് ആ ഒരു വിഷയം എൻ്റെ മുന്നിൽ എത്തിയിട്ടില്ല. DMEയുടെ ശ്രദ്ധയിലും ഈ വിഷയമില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് എന്നുള്ളത് അത് സമഗ്രമായിട്ട് നമുക്കൊന്ന് അന്വേഷിക്കാം. ഫേസ്ബുക്ക് പോസ്റ്റ് ദൗർഭാഗ്യകരമെന്ന് DME പറഞ്ഞു. ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ 1 ദിവസത്തെ വീഴ്ച സംഭവിച്ചു. ഉപകരണത്തിന്റെ വില കൂടിയത് പർച്ചേസിംഗിനെ ബാധിച്ചു എന്നും ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നു. ഡോക്ടറോട് വിശദീകരണം തേടും. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ നടപടിയുണ്ടാകും. ആ ഫേസ്ബുക്ക് പോസ്റ്റ് തികച്ചും ദൗർഭാഗ്യകരമാണ്. നമുക്ക് തികച്ചും തെറ്റാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും തെറ്റാണ്. DME തലത്തിലും പ്രിൻസിപ്പൽ തലത്തിലും അതിന്റെ അന്വേഷണം ഉടനെ ഉണ്ടാവും. ഇതാദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. HOD നേരിട്ട് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കുന്നത് ആദ്യമായിട്ടാണ്. സർക്കാരിനെയും ആരോഗ്യ സംവിധാനത്തെയും അപമാനിക്കാനാണ് ഹാരിസ് ശ്രമിക്കുന്നത് എന്ന വാദം നിരത്തുകയാണ് ഒരു വിഭാഗം. എന്നാൽ കടുത്ത ഇടതുപക്ഷ അനുഭാവിയാണ് ഹാരിസ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഫേസ്ബുക്ക് പോസ്റ്റുകൾ. M സ്വരാജിന് അഭിവാദ്യമർപ്പിക്കുന്നതാണ് ഏറ്റവും ഒടുവിലെ രാഷ്ട്രീയ പോസ്റ്റ്. മുസ്ലിം തീവ്രവാദികളുടെ വോട്ടിലാണ് ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചതെന്നും ഈ പോസ്റ്റിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രതികരിക്കാൻ പാടില്ല എന്ന ചട്ടങ്ങൾ അറിയാമായിരുന്നിട്ടും നിലപാടുകൾ തുറന്നു പറയുന്ന ഡോക്ടർ ആരോഗ്യവകുപ്പിനെ പ്രതിസന്ധിയിലാക്കും വിധം എന്തുകൊണ്ട് പോസ്റ്റിട്ടു എന്നതാണ് മറുചോദ്യം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.